സെക്രട്ടേറിയറ്റിന് സമീപം കൂറ്റൻ ഫ്ലെക്സ്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ കട്ടൌട്ടോടുകൂടിയാണ് ബോർഡുള്ളത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഈ ഫ്ലെക്സ് വിഷയം, വഴിതടയൽ വിഷയം, ഇതിലെല്ലാം ഹൈക്കോടതി വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, ഹൈക്കോടതി നിർദ്ദേശം, ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശവും ഉത്തരവും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റിന് സമീപം ഇത്തരമൊരു വലിയൊരു ക്യൂട്ടൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇത് പ്രധാനമായും സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന് സമീപമാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പേരിലാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ അടക്കം വലിയൊരു കട്ടൗട്ടോടുകൂടിയ ഒരു ഫ്ലെക്സ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2 ആൾ പൊക്കം തന്നെ ഈ ഫ്ലെക്സിന് നിലവിലുണ്ട്. ഇതുകൂടാതെ തന്നെ ഏകദേശം 40 അടിക്ക് മേളിൽ നീളവുമുണ്ട്. ഇത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയുടെ പ്രധാനമായും സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ വിവരം അറിയിക്കുന്ന ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 16-ാം തീയതിയാണ് ഇതിന്റെ പരിപാടി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചൊരു പൊതുയോഗത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്തരമൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ തിരുവനന്തപുരം CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി ജോയുടെ അടക്കം ചിത്രം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ നമ്മളുടെ ഈ കന്റോൺമെന്റ് ഗേറ്റിന് ഓപ്പോസിറ്റ് തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്, വനിതാ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇത്തരമൊരു നിയമലംഘനം പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ നടന്നിട്ടും ഇതിലൊരു നിലപാട് സ്വീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 16-ാം തീയതിയാണ് പരിപാടി. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് 16-ാം തീയതി വരെയോ അതിനുശേഷമോ ഇവിടെ തന്നെ കാണും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.